നടക്കുന്ന ഒരു കാര്യമാണോ? സഡൻ ആയിട്ട് എന്തെങ്കിലും ഒരു ക്രീം തേച്ചതുകൊണ്ടോ എന്തെങ്കിലും ഒരു 1-2 ദിവസം കൊണ്ടോ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതിന് മിനിമം ഒരു 3 months എങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ഒരു 3 month ആഫ്റ്റർ ഒരു 3 monthsേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങുള്ളൂ. സോ ഇതുവരെ സ്കിൻ കെയർ ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഇപ്പോഴത്തെ സ്കിന്നിൻ്റെ അവസ്ഥ ഞാനൊന്ന് കാണിക്കാം. എടുക്കുക. സോ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ. ഇത് സൂപ്പർ ഡ്രൈ ആണ്. ഇത് കണ്ടില്ലേ? അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണ്. ഇനി 7th ഡേ വിത്ത് റിസൾട്ട് ആയിരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ആദ്യം എടുത്ത വീഡിയോ രണ്ടാമതെടുത്ത് ഞാൻ കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ആ ലൈറ്റിങ്ങിൻ്റെ ഡിഫറൻസ് മനസ്സിലായത്. അപ്പോൾ ലൈറ്റിംഗ് ഇല്ലാതെ ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഡ്രൈനെസ് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരു വീഡിയോ എടുത്തതാണ്. ഇത് കണ്ടില്ലേ, ഒത്തിരി ഇങ്ങനെ മൊരിയൊക്കെ വന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അത് ആദ്യത്തെ വീഡിയോയിൽ ആ ലൈറ്റ് ഉള്ളതുകൊണ്ട് കാണുന്നില്ല. അതുകൊണ്ട് രണ്ടാമത് ഞാനൊരു വീഡിയോ എടുത്ത് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട്. കാലും അതുപോലെ തന്നെയാണ്. കാലും നല്ല ഡ്രൈ ആണ്. കാല് മാത്രമല്ല, ഫുൾ ബോഡി ഫുൾ സ്കിൻ നല്ല ഡ്രൈ ആണ്. ഇതുപോലെ നമുക്ക് ചിത്രപ്പണികളൊക്കെ മുരിയിൽ ചെയ്യാൻ പറ്റും, അത്രയും ഡ്രൈ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് 7 days കൊണ്ടിട്ട് ഇങ്ങനെ ഇത്രയും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൻ്റെ ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറ്റി അതിനെ ഒന്ന് കെയർ ചെയ്ത് തുടങ്ങാം എന്ന ഒരു സ്റ്റാർട്ടപ്പ് റൊട്ടീൻ പോലെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിച്ച് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പറ്റുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇതുപോലെ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോ ഈ ഡ്രൈനെസ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മുടെ ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കുക. സോ വെള്ളം നല്ലോണം കുടിക്കണം. നമ്മൾ ഒരു ഡേയിൽ 2.7 ലിറ്റർ വെള്ളം ഒരു വിമൺ കുടിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ബോഡി വെയ്റ്റും ഏജൊക്കെ വെച്ചിട്ട് ChatGPTയിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞത് 1.7 ലിറ്റർ മിനിമം വെള്ളം ഒരു ദിവസം കുടിക്കണം എന്നാണ്. സോ ഞാൻ 2 ലിറ്റർ ആ ഒരു റേഞ്ചിൽ ഇന്ന് മുതൽ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കണം എന്നാണ് ഫസ്റ്റ് തിങ്ക് ഞാൻ എടുത്തിരിക്കുന്നത്. ദെൻ 1-2 ടിപ്സ് കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് അത് 1-2 ടിപ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം മാത്രമേ ഈ 7 days ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മുടെ പാലാണ്. പാലിൽ ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അതിനെ എന്നിട്ട് ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്ത് അരമണിക്കൂറോ 20 മിനിറ്റോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് മിനിമം ഒരു 5 മിനിറ്റ് അത് സ്കിന്നിൽ വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം. സോ ഇതാണ് 7 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ. ഡ്രൈനെസ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. പിന്നെ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസറും നമ്മുടെ ബോഡി വാഷൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ റിസൾട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ നോർമൽ സോപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സോപ്പും കടലപ്പൊടിയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ഇത് നല്ല വർക്കിംഗ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. ആൻഡ് follow for more, and thank you for watching, and please subscribe. Thank you.